അങ്ങനെ റോണിൻ്റെ 4th സർവീസ് ആയിരിക്കുകയാണ്. 18,300 കിലോമീറ്ററോളം ആയി വണ്ടി. അപ്പോൾ ആദ്യത്തെ 3 സർവീസുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീ സർവീസ് ആയിരുന്നു. അതായത് ലേബർ കോസ്റ്റ് ഇല്ലാണ്ട് നമ്മൾ പാർട്സിന് മാത്രം പൈസ കൊടുത്താൽ മതിയായിരുന്നു. ഇനി തൊട്ടുള്ളതായിരിക്കും റോണിൻ്റെ ആക്ച്വൽ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിപ്പോൾ കോട്ടയം ടി വി എസ് വന്നിരിക്കുകയാണ്. വണ്ടി സർവീസിന് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പിട്ടിരുന്ന സർവീസ് വീഡിയോകളെ പോലെ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കില്ല. കാരണം 18,000 സർവീസിൽ വലിയ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ ഓയിൽ ചേഞ്ച്, അതുപോലെ ബ്രേക്ക് ക്ലീനിങ്, ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ക്ലീനിങ്, ലൂബിങ് പോലെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് പിന്നെയും കാണിച്ച് നിങ്ങൾ വെറുപ്പിക്കുന്നില്ല. അത് ജസ്റ്റ് 2-3 ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വിടാം. മെയിനായിട്ടും എത്ര രൂപയായിരിക്കും ഈ ഒരു സർവീസിൽ എനിക്ക് കോസ്റ്റ് വരുന്നതെന്നായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ലാസ്റ്റ് വരെ കൂടെ നിൽക്കുക. അപ്പോൾ സർവീസൊക്കെ കഴിഞ്ഞ് വണ്ടി പുറത്തിരിപ്പുണ്ട്. എൻ്റെ ബില്ലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബില്ല് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനായിട്ട് അകത്ത് വെട്ടമുള്ളത്തോട്ട് കയറി നിന്ന് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 4th പെയ്ഡ് സർവീസിൻ്റെ ബില്ല് എനിക്കായിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നതാണ് 1,692 രൂപ. അതായത് നമ്മൾ ലേബർ ഉൾപ്പെടെ കൊടുത്ത് ചെയ്യിച്ച സർവീസാണ്. അപ്പോൾ അതിൻ്റെ 4th സർവീസിൻ്റെ കോസ്റ്റാണ് ഈ കാണുന്നത് 1,691. അപ്പോൾ എന്തിനൊക്കെയാണ് ഇവിടെ ചാർജസ് ഇട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫിൽറ്ററാണ്. ഫിൽറ്ററിന് ഏകദേശം നമുക്ക് 46 രൂപ ചാർജ് വരുന്നുണ്ട്. രണ്ടാമത് വരുമ്പോൾ സിന്തറ്റിക് ഓയിൽ 1200 ml, അതിന് ഏകദേശം 799, അതായത് 800 രൂപയോളം ആയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് നമ്മുടെ കൺസ്യൂമബിൾ ചാർജസ്, അതായത് നമ്മുടെ വണ്ടിയുടെ വാഷിങ്, ലൂബിങ് പോലെയുള്ള കാര്യങ്ങൾ. അതിന് ഏകദേശം 118 രൂപ ഇട്ടിട്ടുണ്ട്. പെയ്ഡ് സർവീസ് ചാർജ്, ഇതാണ് നമ്മുടെ ലേബർ എന്ന് പറയുന്നത് ലേബർ കോസ്റ്റ്. ലേബർ കോസ്റ്റ് വന്നിരിക്കുന്നത് 531 രൂപയാണ് റോണിന്. അതുപോലെ ലാസ്റ്റ് പോളിഷിങ് ചാർജ്, വണ്ടി അവർ വാഷ് കഴിഞ്ഞ് പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു 118 രൂപ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടോട്ടൽ നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം 1,692 രൂപയാണ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ ടോട്ടൽ ഈ ഒരു തുകയായിരിക്കും നമ്മുടെ റോണിൻ്റെ പെയ്ഡ് സർവീസ് ആവുന്നത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എത്ര രൂപയായിരിക്കും ഈ പെയ്ഡ് സർവീസിനാവാൻ പോകുന്നതെന്നുള്ളത്. നോർമലി ഫ്രീ സർവീസിന് എനിക്ക് ഏകദേശം ഒരു 1000 മുതൽ 1,100 രൂപ അല്ല 1,200 രൂപയ്ക്കുള്ളിൽ മാത്രമായിരുന്നു ആയിരുന്നത് ഇതുവരെ. അതായത് ഇത്രയും ചെയ്ത 3 സർവീസും. ഇത് 18,000 കിലോമീറ്റർ ആയിട്ടുള്ള 4ാമത്തെ പെയ്ഡ് സർവീസാണ്. ഇനി തൊട്ടങ്ങോട്ട് ലേബർ ചാർജോട് ആഡായിട്ടുള്ള സർവീസ് ആയിരിക്കും വരുന്നത്. അപ്പം ഇതൊരു നോർമൽ സർവീസ് ആയിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് 24,000 ഒരെണ്ണം വരുന്നുണ്ട്. അതിന് നമ്മൾ കുറച്ചും കൂടെ കമ്പോണൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് എയർ ഫിൽറ്റർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ട്, സ്പാർക്ക് പ്ലഗ്. അപ്പോൾ അതുകൊണ്ട് അതിന് കുറച്ചും കൂടെ കോസ്റ്റ് ആകുമായിരിക്കും. അപ്പോൾ അത് എത്ര ആവും എന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം. ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 200cc ബൈക്കിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ച് തന്നെയാണ്. ഒരുപാട് ഒരു കോസ്റ്റ് നോക്കി ഇനി പറയാനേ സാധിക്കില്ല. കാരണം അണ്ടർ 2,000 റുപ്പീസ്, അതും 2,000 റുപ്പീസിന് അടുത്ത് പോലും പോയിട്ടില്ല. 1,600 അല്ലെങ്കിൽ 1,700 രൂപ മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസിന് നമുക്ക് ഇതിൻ്റെ മൈലേജ് ആണെങ്കിൽ വണ്ടിയുടെ ഓവറോൾ ഈ റണ്ണിങ് കോസ്റ്റൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല അഫോർഡബിളായിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ റോണിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നൊന്ന് പറയുക. അപ്പോൾ ഞാൻ ഷോറൂമിനകത്തേക്ക് കയറി നിന്ന് കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടി നമ്മുടെ പുതിയ നിംബസ് ഗ്രേ റോണിന് വിട്ടിട്ടുണ്ട്. ഇതൊരു കിട്ടില്ല സാധനമാകട്ടെ. ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഞാൻ എടുത്തതിന്. അതുപോലൊരു അടിപൊളി സാധനമാണ്. നമുക്ക് വിൻഷീൽഡും അതുപോലെ തന്നെ ഇവിടെ ചാർജറൊക്കെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് ഇതിൽ. സാധാരണ ടോപ്പ് എൻഡ് വണ്ടിയേക്കാളും ഒരു 4,000 രൂപയും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറുമാണിത്. അപ്പോൾ എന്താണ് ഈ ഒരു റോണിൻ്റെ സർവീസിനെ പറ്റി നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റോണിൻ സർവീസ് ചെയ്യുമ്പോൾ സാധാരണ എത്രയാണ് കോസ്റ്റ് വരാറുള്ളതെന്നുള്ളൂ റോണിൻ ഓണേഴ്സോട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ബാക്കി സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും സെയിൽസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് കോട്ടയം ടി വി എസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോട്ടയം നാട്ടകത്തുള്ള ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരികയാണെന്ന് സർവീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വണ്ടി സർവീസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ചാർജസും വരുന്നത്. അപ്പോൾ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ വീട്ടിൽ പോവാം.